ഹായ് ഓൾ വെൽക്കം ടു ഗ്ലാസ് ക്രിയേറ്റീവിലെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ഞാനിവിടെ വയലറ്റും വൈറ്റും ഫ്ലവറിനും അതുപോലെ തന്നെ ഗ്രീന് ലീഫിനുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ ഫ്ലോറൽ വയർ എടുക്കുന്നുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ഫ്ലവർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 5 സെൻറ്റിമീറ്റർ വിത്തിലും ഇതുപോലെ വയലറ്റ് കളർ ക്രേപ്പ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഹാഫായിട്ട് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്പണിംഗ് വരുന്ന പോർഷൻ റൈറ്റ് സൈഡിലും ആ ഒരു മടക്ക് വരുന്ന പോർഷൻ ലെഫ്റ്റ് സൈഡിലും ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് പെറ്റലിൻ്റെ ഷേപ്പിൽ പെൻസിൽ ഉപയോഗിച്ചിട്ടോ വല്ലതും വരച്ചെടുത്ത ശേഷം നമുക്ക് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതുപോലെ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ ഫ്ലവർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളർ ക്രേപ്പ് പേപ്പർ ഇതുപോലെ 4 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 3 സെൻറ്റിമീറ്റർ വിത്തിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കുറച്ച് ഫ്ലോറൽ വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുത്ത വൈറ്റ് കളർ ക്രേപ്പ് പേപ്പറും എടുത്തിട്ടുണ്ട്. ഞാൻ വയ്ക്കുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം ക്രേപ്പ് പേപ്പർ. അതിനുശേഷം നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കണം. നമ്പർ 10 ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന പെറ്റൽസ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്യണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു പെറ്റൽ ടൈ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് അത് ലൂസായി പോകും. അപ്പോൾ ഞാനിവിടെ നല്ല ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പെറ്റൽ ടൈ ചെയ്ത ശേഷം ഒന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത പെറ്റൽ ടൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സൈഡ് ബൈ സൈഡായിട്ടും ടൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന മെത്തേഡ് ഓപ്പോസിറ്റായിട്ട് ഒരു പെറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത പെറ്റൽ വെച്ചിട്ട് ടൈ ചെയ്യുന്നത് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ ഈ ഒരു രീതിയിൽ ടൈ ചെയ്തെടുക്കുകയാണ്. 4 പെറ്റൽസ് ഇതുപോലെ ടൈ ചെയ്തെടുത്ത ശേഷം എക്സസ് ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം കൈ കൊണ്ട് ഓരോ പെറ്റൽസും ഞാൻ ചെയ്യുന്ന പോലെ ഇവിടെ എടുത്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവറും ഇതുപോലെ ചെയ്തെടുക്കാമേ. പിന്നെ അടുത്ത രീതിയിൽ ഫ്ലവർ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ബൈ സൈഡായിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലവർ ഒരു പെറ്റൽ വെച്ച ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു പെറ്റൽ വയ്ക്കണം. ഇതുപോലെ ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യണം. ആ ഒരു രീതിയിൽ 4 പെറ്റൽസും വെച്ച ശേഷം ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ആ മെത്തേഡ് എടുക്കാം. ഉള്ള ഡിഫറൻസ് ആ പെറ്റൽസ് വയ്ക്കുന്ന ആ ഒരു പൊസിഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രണ്ട് മെത്തേഡിലും. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്ത ശേഷം നമുക്ക് ലീഫ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ ഫ്ലോറൽ വയർ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ത്രെഡൊക്കെ ഉപയോഗിച്ച് ആ ത്രെഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ലീഫ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലീഫ് ടേപ്പൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലവർ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ കുറച്ച് ലീവ്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 4 സെൻറ്റിമീറ്റർ വിത്തിൽ ഇതുപോലെ ക്രേപ്പ് പേപ്പർ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈക്വലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു മടക്ക് വരുന്ന ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു രീതിയിൽ വച്ച ശേഷം ഇതുപോലെ നമുക്ക് ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പം ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഫൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ വെരി സിമ്പിളായിട്ട് ഇനി ഒരു ഫ്ലോറൽ വയർ എടുത്ത ശേഷം ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കൈ കൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത്. അതിനുശേഷം ത്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുത്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലീഫാണ്.
അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലീഫാണ്. ഞാൻ എക്സ്ട്രാ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഗം ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ത്രെഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്തെടുക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം നമുക്കിത് എക്സസ് ആയിട്ട് കിടക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞ് ഗ്രീൻ ടേപ്പ് അല്ലെങ്കിൽ ലീഫ് ടേപ്പ് നമുക്കിത് ഇതുപോലെ ആ ഒരു ത്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം കാണിക്കാവേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സ് ലീവ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.